ഹായ്, വെൽക്കം ബാക്ക്. സലം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കും. രാവിലെ തന്നെ കാക്കേൻ്റെ ശബ്ദങ്ങൾ കേൾക്കുന്നില്ല. ഇവിടെ ഒരുപാട് തത്തകളുണ്ട് കേട്ടോ, പക്ഷികളൊക്കെ. നല്ല രസമുണ്ട് രാവിലെ എണീക്കുമ്പോൾ. അപ്പം ഞാൻ രാവിലെ തന്നെ മോളെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇനി ദോശ പോയി ഉണ്ടാക്കണം. ദോശ നമുക്ക് തണുത്ത് പൊടി കഴിക്കുന്ന സമയത്ത് ദോശ രസമില്ലല്ലോ. അപ്പോൾ മോളെ മദ്രസ വിട്ട് പോയിട്ട് ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറിയ വിശേഷമായിട്ടാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. എൻ്റെ ഒരുപാട് വീഡിയോസ് അതൊക്കെ ഒന്ന് കണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം മഴകളൊക്കെ വന്നേ, റോഡുകളെ അവസ്ഥ നോക്ക്. പിന്നെ ഇവിടെ PHD വെള്ളത്തിന് വേനൽക്കാലത്ത് ഇങ്ങനെ സൈഡ് കുഴിച്ചിട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അതിൻ്റെതും റോഡ് പോയിട്ടുണ്ട്. അതിപ്പോൾ കുറേ ഭാഗത്തുള്ള സിമെൻ്റ് ഇട്ടിട്ട് സ്ലാബ് ഇങ്ങനെ ശരിയാക്കിയിട്ടുണ്ട്. ചിക്ക് കണ്ടോ, ചിക്കാണ് കേട്ടോ, ചിക്കാണ്. റോഡിൻ്റെ കോലങ്ങളൊക്കെ കണ്ടോ. ഇവിടേക്ക് വീടാണ് കേട്ടോ. ഇവിടെ കുറേ ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. മഴക്കാലല്ലേ. പിന്നെ ഹിബിസ്കസ്, നല്ല രസമുണ്ടല്ലേ. പിന്നെ പണ്ടത്തെ ചെടിയാന്ന് കേട്ടോ ഇത്. മഴയുള്ള ദിവസം ഇല്ല കേട്ടോ, എല്ലാ ദിവസവും മഴ വരുന്നുണ്ട്. ചടപട മഴ വന്നിട്ട് പോയതാണ്. പക്ഷി കുമ്മനും ഇവിടെയൊക്കെ കാടൊക്കെ കിട്ടി കേട്ടോ. മഴ വന്നുകൊണ്ട് കാടൊക്കെ കിട്ടി. എല്ലാവരും കുട്ടികളെ രാവിലെ മദ്രസന്നും സ്കൂളിൽ അയക്കുന്ന തിരക്കിലായിരിക്കും. ഫുഡ് ഉണ്ടാക്കണം, സ്കൂൾ കുട്ടികൾക്ക് ഡ്രസ്സ് ചെയ്യണം, അങ്ങനെയൊക്കെ തിരക്കിലായിരിക്കല്ലേ. പിന്നെ വീഡിയോസൊക്കെ കാണാം കേട്ടോ. കറിവേപ്പില കണ്ടോ, എന്ത് കറിവേപ്പില പറിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ഞാനത് കടയിൽ നിന്ന് വാങ്ങിക്കാറുമില്ല, പക്ഷെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറിക്കാൻ കിട്ടുന്നില്ല. പിന്നെ മറ്റുള്ളവർ മാങ്ങ, എന്താ ഇന്ന് മാങ്ങയാണോ, എന്താണിത്? മാങ്ങ തന്നെയാണോ? മാങ്ങ പഴുത്തിട്ട് കിടക്കുന്നതാണോ? സബർ ജില്ലയാണ് കേട്ടാ, സബർ ജില്ല കണ്ടോ, സബർ ജില്ലയാണത്. സബർ ജില്ല. എൻ്റെ അമ്മ പറിച്ചു തിന്നണായിരുന്നല്ലേ. കണ്ടോ, സബർ ജില്ല കാണുന്നുണ്ട് നിങ്ങൾക്ക്? എൻ്റെ അമ്മ ചോദിച്ചിട്ട് വാങ്ങായിരുന്നു. അവരില്ല, വീട് പൂട്ടി കിടക്കുന്നുണ്ട്, അവരെല്ലാം ഗൾഫിലാണ്. എനിക്ക് ഇന്ന് ആദ്യമായിട്ട് കണ്ടതാണ് കേട്ടോ സബർ ജില്ല. സബർ ജില്ല എന്താണെന്ന് അറിയില്ല അധികം പറയുന്നത്, പക്ഷെ ഞാൻ മരം കിടക്കാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. ചെടിയെല്ലാം ഉണ്ട് കേട്ടോ. ടൗൺ ഏരിയ, എല്ലാ മരങ്ങളൊക്കെ വീട്ടുകാർ. ഇത്തിരി സ്ഥലമുണ്ട്, 7 സെൻറ്റ് സ്ഥലമുണ്ട്. ചുറ്റുപാട് അവരെല്ലാം വളർത്തി ഉണ്ടാക്കും കേട്ടോ. പക്ഷെ ഞങ്ങളെ വീട്ടിലെല്ലാം ഇപ്പോൾ വില്ലേജ് സ്ഥലമാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങനെയൊന്നും ആരും ഉണ്ടാക്കില്ല. അവരൊക്കെ ഇങ്ങനെ കൃഷി ഉണ്ടാക്കും, പക്ഷെ ചില തോട്ടങ്ങളും നോക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. അവിടെ ചിക്കെല്ലാം നോക്കും, ഒരുപാട് ചിക്കായിട്ടുണ്ട് കേട്ടോ. ചിക്കൻ നോക്കും, ഫുള്ളുണ്ട്. മാഷാ അല്ലാഹ്, നിറച്ചുണ്ട് കേട്ടോ. നിറച്ച് ചിക്കായിട്ടുണ്ട് കേട്ടോ. പഴുത്തിട്ട് ഇങ്ങനെ വീഴുത് കണ്ടോ. ഇവിടെ ചിക്കൻ, സൈഡ് മുഴുവൻ ചിക്കൻ കേട്ടോ.
ഇത് സ്കൂളൊരു ഡേ കെയർ സ്കൂളാണ്. ഡേ കെയറും LKG UKG അടങ്ങിയ സ്കൂളാണ്. ഇവിടെയും ചിക്ക് മരമുണ്ട്, ചിക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാക്കണ്ടോ. പക്ഷെ ഞങ്ങൾ വീണാലും പറക്കൂല കേട്ടോ. വീണാൽ ഞാൻ പറക്കാറില്ല. എൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ ഒരു ഏട്ടത്തിൻ്റെ വീട്ടിലുണ്ട്, പിന്നെ ഏട്ടത്തിൻ്റെ മോളെ വീട്ടിൽ അവരെ വീട്ടിലുണ്ട്. പോയി കഴിഞ്ഞാൽ കിട്ടും. ആ മുരിങ്ങ എൻ്റെ കയ്യിലുണ്ട്. അവിടെ നിന്ന് അന്നേ ദിവസം ഞാൻ കൊണ്ടുപോയി കേട്ടോ. ഒരു ഷോപ്പ് തുടങ്ങി കേട്ടോ താഴെ. ഒരു ഓഫീസ്, എഡ്ജ് ഓഫീസ് അങ്ങനെ എന്തോ പറയുന്നുണ്ട്. വേക്കൻസി ഉണ്ടായിരുന്നു പോലും. അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ച്. എനിക്കാണാൻ പറ്റൂല. എൻ്റെ മോള് സ്കൂളിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരുന്നല്ലേ. ഇങ്ങനെയുള്ള സ്ഥാപനത്തൊന്നും ജോലി ചെയ്യാൻ പറ്റൂല. നമുക്ക് മോളെ കാര്യങ്ങളൊന്നും മഴ പിടിച്ചിട്ടുണ്ട്. ഒരു സൈഡ് റോഡ് കേട്ടോ, റോഡായി കേട്ടോ. 2 സൈഡ് റോഡായിട്ടുണ്ട്. 2 സൈഡിൽ ഇപ്പോൾ റോഡ് വണ്ടി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ബോർഡെല്ലാം വെച്ചിട്ട് സ്ലോ ആക്കി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇത് അവിടെ കാണില്ല. ട്യൂഷൻ സെൻ്ററാണ് കേട്ടോ. ട്യൂഷൻ സെൻ്ററാണ്. ബോർഡെല്ലാം വെച്ചിട്ട് കാണില്ല. വിദ്യാന റെക്കാർഡ് ട്യൂഷൻ സെൻ്ററാണ്. അപ്പം എൻ്റെ മോളെ മദ്രസയിൽ എത്താറായി കേട്ടോ. ഇനി പിന്നെ കാണാം കേട്ടോ. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ടോ ബസ് സ്റ്റോപ്പ് ഓടിയില്ല കേട്ടോ. നല്ല അവസ്ഥയാണ് ഇവിടെ. ഇപ്പം എനിക്ക് നല്ല ഉപകാരമായിട്ടാണ്. എനിക്കിപ്പോൾ സൈഡ് കട തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ആ സൈഡിലേക്ക് പോകാണ്ട്. ഇവിടെ നല്ല ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പ് കട തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എന്തെങ്കിലും നമുക്ക് രാവിലെ എന്തെങ്കിലും കറിക്കോ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിപ്പോൾ ഹോട്ടലുണ്ട്. അങ്ങനെ പ്രശ്നം. കുറച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കൂടുതൽ 5 മിനിറ്റ് 10 മിനിറ്റ് അടുത്ത് നടക്കണം എന്നേ ഉള്ളൂ. പക്ഷെ ബാക്കി ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ അങ്ങനത്തെ ഞങ്ങളെ നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി പോകുന്ന ഒച്ചപ്പാടിൽ എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. നാളെ മദ്രസ വിടാറായി. പെട്ടെന്ന് അവർക്ക് 8 മണിയാകുമ്പോൾ വേന വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പോയിട്ട് എനിക്ക് രാവിലെ തന്നെ കുളിച്ച് പോവും. പിന്നെ പെട്ടെന്ന് ചായയെല്ലാം വെച്ച് നാസ്റ്റെല്ലാം കഴിച്ച് പിന്നെ ടിഫിൻ ബോക്സ് റെഡിയാക്കിയിട്ട് ടൈം ടേബിൾ അത് വെച്ച് കൊടുത്ത് രാവിലെ തന്നെ പിന്നെ വേഗം പെട്ടെന്നാണ് അവർക്ക് വേന വരുന്നു. 8 മണിയാകുമ്പോഴേ വേന വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വിശേഷം. നമ്മൾ തിരിച്ച് വന്നോട്ടോളൂ. മദ്രസയിൽ നിന്ന് വിട്ട് അതെല്ലാം കിടക്കുന്നതുണ്ട്. അത് ജാതി മരാണ് കേട്ടോ. ജാതി മരം കുറേ നായലുണ്ടാവാറുണ്ട്. പക്ഷേ 2 ദിവസമൊക്കെ നായില്ല. ഒരു ദിവസം നല്ലോണം വയ്യെത്തിന് കേട്ടോ. ഞാൻ പകുതിയൊക്കെ കാസർഗോഡ് ഭാഷയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിലായി കാണാമെന്ന് കരുതുന്നു. അതൊക്കെ നമ്മളെ ഭാഷയിൽ സംസാരിച്ച് നല്ല രസമല്ല. അതുകൊണ്ട് നമ്മൾ ഭാഷയിൽ സംസാരിക്കുന്ന കേട്ടോ. ആ വീടൊക്കെ ഇതെല്ലാം അടുത്തടുത്തുള്ള വീടാണ്. റോഡെല്ലാം അലങ്കോലമായി കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് പോയി ഭക്ഷണം കൊടുക്കണം. പെട്ടെന്ന് ഇന്നലെ എങ്ങനെയാണ് ഇന്നലെ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകി വിട്ടന്നെ നോക്കുമ്പോൾ വാന് വന്നത്. 8 മണിയായില്ലാന്ന് തോന്നുന്നല്ലേ. 8 മണിയായി. ഇതൊരു അഡ്വക്കേറ്റ് വീടാണ് കേട്ടോ. അഡ്വക്കേറ്റ് വേണം. ഇങ്ങനെ എത്തി. മഴ ഇപ്പോൾ കുറവുണ്ട്. ഇത് ഡിഗസ്റ്റീവ് ബിസ്ക്കറ്റാണ് കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് നല്ല രസമാണ് അത് തിന്നുമ്പോൾ. പിന്നെ ഇത് ബ്രെഡിനുള്ളൊരു ക്രീമുള്ളതാണ്. സ്നാക്സാണ്. പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ചൂടുവെള്ളമാണ് കേട്ടോ. ഇത് ചൂടുവെള്ളമാണ്. ജീരകട്ട ചൂടുവെള്ളമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് ഓളെ മദ്രസ വന്ന് മോളെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ഇതിപ്പോൾ ചൂടോടെ കഴിക്കുന്നു. ഞാൻ രസം ഞാൻ ചൂടോടെ തന്നെ ഉണ്ടാക്കി തിന്നാന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കത് ഉച്ചയ്ക്ക് കൊണ്ടുപോകണമെന്നാണ്. ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ ഇത് തന്നെ വേണം. അങ്ങനെ ഉണ്ടാക്കുക. മോക്ക് 2-3 ദോശ ഉണ്ടാകും മതിയല്ലോ രാവിലെ. പിന്നെ ഞാൻ ചോറ്
കുക്കർ ദിവസം കേട്ടോ ചോറ് കൊണ്ടുപോകാത്ത. എന്ന് വെച്ചാൽ എനിക്ക് ചോറ് ഉണ്ടാക്കുന്നതിന് നല്ല അരിയില്ല, അപ്പോൾ അത് വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് കുറേ ദിവസം അത് ഇഷ്ടമുള്ള അരി ഒന്ന് തീരെട്ട് അറിഞ്ഞിട്ട്, അതുകൊണ്ട് ഇപ്പം ഞാൻ ചോറ് കൊണ്ടുപോകുമ്പോൾ കുറവാണ്. ഇപ്പോൾ കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന രസമുണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഞാനിപ്പോൾ പിന്നെ ദോശ തന്നെ കൊണ്ടുപോകും, പല വേറൊന്നും നാസ്റ്റുണ്ടാക്കിയത് കൊണ്ടുപോകും. ഇടയ്ക്ക് കൊണ്ടുപോകില്ല കേട്ടോ, അവിടെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ ചായ കുടിക്കത്ര. അപ്പോൾ നിങ്ങളുടെ കറി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. കറി വെള്ളപ്പയറാണ് കേട്ടോ. ഇന്നലെ ഞാൻ രാത്രി കറി ഉണ്ടാക്കിയത്, അതുകൊണ്ട് രാവിലെ കുറേ പണി ഉണ്ടായിരുന്നല്ലോ. രാത്രി തന്നെ കറിയൊക്കെ ഉണ്ടാക്കി, രാത്രി തന്നെ അരച്ച് വെച്ചു. അങ്ങനെ രാവിലെ അത്ര പണി ഉണ്ടായിരുന്നു. മോൾക്ക് കൊണ്ടുപോകാനുള്ള ഒരു പുസ്തകം പോലത്തെ പിന്നെ അതിൽ ചോറുണ്ടാക്കിയതാണ്. നെയ്ച്ചോറരിയിൽ മുട്ടകളിട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ അത്രയും ഞങ്ങൾക്ക് അരക്കാമെന്നുള്ളത് രാത്രി വെച്ചതുകൊണ്ട് അങ്ങനെ രാത്രി അങ്ങനെ ഒരുപാട് പണി ഉണ്ടായിരുന്നില്ല രാവിലെ. ഞാൻ വർക്കിലാണ്, ഓഫീസിലെ ഡ്യൂട്ടിക്ക് എത്തിയിട്ടാ. നല്ല മൈഗ്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ എത്തി എന്ന് രാവിലെ ഉണ്ടായി. ഇപ്പം നാളെ ഓണത്തിന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ ഡ്യൂട്ടിയിലൊന്നും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ, രാവിലെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഇട്ടവരെയുള്ള വീഡിയോ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി വിശേഷങ്ങളാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് തോന്നിയിട്ടാണ്. വീഡിയോസ് ചാനലാണെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട്, നമുക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. പുറത്ത് പറയുന്നത് നെക്സ്റ്റ് വീഡിയോ കാണാം. ഇൻഷാ അല്ലാഹ്.